തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. UDFന്റെ പ്ലാൻ എന്താണ്, തന്ത്രം എന്താണ്? ഇതൊക്കെ വിശദീകരിക്കാൻ KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഞങ്ങളുടെ പ്രതിനിധി RB സനൂപിനോടൊപ്പം ഉണ്ട്. സനൂപിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഇപ്പോൾ KPCC അധ്യക്ഷൻ മീഡിയാവിനോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. അല്പസമയത്തിനകം തന്നെ പ്രഖ്യാപനം ഉണ്ടാവും. നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. എങ്ങനെ കാണുന്നു തെരഞ്ഞെടുപ്പിനെ? വലിയ വിജയപ്രതീക്ഷയിലാണ് കോൺഗ്രസ് പാർട്ടിയും ഐക്യജനാധിപത്യ മുന്നണിയും. ഇവിടെ പറഞ്ഞതുപോലെ ഞങ്ങൾ മിഷൻ 2025 പ്രഖ്യാപിച്ചത് 2024 പാർലമെന്റ് ഇലക്ഷന്റെ വിജയത്തെ തുടർന്നാണ്. പിന്നീട് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ പുരോഗമിച്ചു. പുതിയ വാർഡ് കമ്മിറ്റികൾ രൂപീകരിച്ചു. കൂട്ടിച്ചേർത്ത വാർഡുകൾക്ക് അടിസ്ഥാനത്തിൽ വാർഡ് കമ്മിറ്റികളുടെ പുനഃസംവിധാനം നടത്തി. വാർഡ് കുടുംബ സംഗമങ്ങൾ നടത്തി. വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഭവന സന്ദർശനം നടത്തി. കേരള സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുന്ന ലഘുലേഖ കൊടുത്തു. ഇലക്ഷന് വാർഡ് കമ്മിറ്റികൾക്ക് ആവശ്യമായ സാമ്പത്തിക സമാഹരണം വീടുകളിൽ നിന്ന് നല്ല ഒരു സംഖ്യ സമാഹരിക്കാൻ വേണ്ടി സാധിച്ചു. ജനങ്ങളുമായിട്ട് നന്നായിട്ട് ആശയവിനിമയം നടത്തി. നല്ല സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി വാർഡ് കമ്മിറ്റികൾക്ക് പൂർണ്ണ അധികാരവും ചുമതലയും നൽകി. അവർ നല്ല നിലയിൽ തന്നെ പ്രവർത്തിക്കുകയാണ്. UDFന്റെ സീറ്റ് വിഭജനം നേരത്തെ ആരംഭിച്ചു. തിരുവനന്തപുരത്തും കൊല്ലത്തും മാത്രമല്ല മറ്റു പല സ്ഥലങ്ങളിലും നേരത്തെ തന്നെ UDFന്റെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ സാധിച്ചു. തർക്കരഹിതമായിട്ട് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ജനങ്ങൾ ഇതിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരാണ്. സർക്കാരിന്റെ അവസാന നിമിഷങ്ങളിലെ പ്രഖ്യാപനങ്ങൾ അത് കേവലം വോട്ടിന് വേണ്ടിയുള്ള തട്ടിപ്പാണ് എന്ന് ജനങ്ങൾ നന്നായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 4.5 കൊല്ലം മുമ്പ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞ പെൻഷൻ വർധനവിന്റെ വാഗ്ദാനമാണെങ്കിലും റബ്ബർ സബ്സിഡിയുടെ വാഗ്ദാനമാണെങ്കിലും 4.5 കൊല്ലക്കാലം അത് ഗവൺമെന്റ് നടപ്പിലാക്കാൻ മറന്നുപോയി. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ചു. പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് ഭരണഘടനാപരമായി ലഭിക്കേണ്ട പ്ലാൻ വിഹിതം ഗണ്യമായിട്ട് വെട്ടിക്കുറച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾ ഞെരുക്കത്തിലാണ്. പദ്ധതികൾ വെട്ടിക്കുറച്ചു. പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. അവരുടെ സ്പിൽ ഓവർ പൈസ വെട്ടിക്കുറച്ച് നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യം വന്നിരിക്കുന്നു. വന്യമൃഗശല്യം, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കാർഷിക മേഖലയുടെ തകർച്ച, തീരമേഖലയുടെ വറുതി, ഇതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്ന ജനകീയ വിഷയങ്ങൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ദയനീയമായ ജനവിരുദ്ധ സമീപനം തികച്ചും പക്ഷപാതപരമാണ്. ആരോഗ്യവകുപ്പിനെ കുറിച്ച് ഓരോ ദിവസവും ആശങ്കാജനകമായ വാർത്തകളാണ്. തിരുവനന്തപുരത്തെ പ്രൊഫസറുടെ വെളിപ്പെടുത്തലോ കോട്ടയത്തെ ബിന്ദുവിന്റെ മരണം മാത്രമല്ല, ഇന്നലെ പോലും തിരുവനന്തപുരത്തുണ്ടായ സംഭവങ്ങൾ, ഈ അടുത്ത ദിവസങ്ങളിലെ സംഭവങ്ങൾ എല്ലാം അതാണ് ചൂണ്ടിക്കാട്ടുന്നത്. വിദ്യാഭ്യാസ രംഗവും ഇന്ന് കുത്തഴിഞ്ഞ രൂപത്തിലാണ്. നയരഹിതമായിട്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഇതിനെല്ലാം എതിരെയുള്ള നല്ല ഒരു മനോഭാവം ജനങ്ങളിലുണ്ട്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം പ്രധാനമായിട്ടും നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും പരിശോധിക്കുക. അത് ചേലക്കരയിൽ പോലും LDF ജയിച്ച സ്ഥലത്ത് അവരുടെ ഭൂരിപക്ഷം ഗണ്യമായിട്ട് കുറഞ്ഞു. പുതുപ്പള്ളിയിലും തൃക്കാക്കരയും പാലക്കാടും ഞങ്ങൾ റെക്കോർഡ് ഭൂരിപക്ഷത്തിലും ജയിച്ചു. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകൾ എവിടെ നടന്നോ അവിടെയെല്ലാം UDF ആണ് നല്ല വിജയം കരസ്ഥമാക്കിയത്. അപ്പോൾ ജനങ്ങളുടെ മനോഭാവം, പാർലമെന്റ് ഇലക്ഷൻ പിന്നെ അതൊരു ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. പക്ഷേ പാർലമെന്റ് ഇലക്ഷനും വയനാട്ടിലെ ബൈ ഇലക്ഷനുമെല്ലാം കോൺഗ്രസിന്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും ജനപിന്തുണ വർദ്ധിപ്പിക്കുന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ്. അതേ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ പോലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ലാഘവത്തോടെയല്ല കോൺഗ്രസ് കാണുന്നതിന്റെ ഉദാഹരണമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. മുൻ MLA പോലും സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നത് വഴി എന്ത് സന്ദേശമായിരുന്നു കൊടുത്തത്? ഈ തദ്ദേശ സംവിധാനങ്ങൾക്ക്, ഭരണ സംവിധാനങ്ങൾക്ക് കോൺഗ്രസ് വലിയ വിലയാണ് കൽപ്പിക്കുന്നത്. പഞ്ചായത്തി രാജ്, നഗരപാലിക, നിയമനിർമ്മാണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. രാജീവ് ഗാന്ധി കൊണ്ടുവന്ന ആ നിയമത്തെ CPM രാജ്യസഭയിൽ പരാജയപ്പെടുത്തുകയായിരുന്നു. പിന്നീട് വന്ന കോൺഗ്രസ് ഗവൺമെന്റാണ് കേന്ദ്രത്തിലും കേരളത്തിലും നിയമം നടപ്പിലാക്കി അധികാര വികേന്ദ്രീകരണം യാഥാർത്ഥ്യമാക്കി ചുമതലകൾ കൂടുതൽ നൽകിയത്, സാമ്പത്തിക അവകാശങ്ങൾ കൂടുതൽ പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയത്. അപ്പോൾ അതിന്റെ ഭരണത്തിന് ഏറ്റവും കഴിവുറ്റ നേതൃത്വത്തെ തെരഞ്ഞെടുക്കണമെന്ന കാര്യത്തിൽ കോൺഗ്രസിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ ശബരിനാഥ് ഉൾപ്പെടെയുള്ള പ്രമുഖരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നമുക്ക് നിർണ്ണയിക്കാൻ സാധിച്ചത്. അവരെല്ലാം വലിയ വിജയപ്രതീക്ഷയിലാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ കെടുകാര്യസ്ഥത, അഴിമതി, ഭരണ പരാജയങ്ങൾ ഇതെല്ലാം വിളിച്ചറിയിച്ചുകൊണ്ടുള്ള വലിയ കൂട്ടായ്മകൾ കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഇപ്പോൾ ശ്രീ K. മുരളീധരൻ ജാഥ നയിച്ചുകൊണ്ടിരിക്കുകയാണ്.
കൊല്ലത്ത് NK പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ജാഥയുണ്ടായിരുന്നു. അതിന്റെ സമാപനം കുറ്റപത്ര സമർപ്പണത്തോടുകൂടി നന്നായിട്ട് നടത്തി. എറണാകുളത്തും അതുപോലെ തന്നെ തൃശ്ശൂരിലും എല്ലാം അത് അത്തരത്തിൽ നടന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വിജയപ്രതീക്ഷയ്ക്കുള്ള എല്ലാ ഘടകങ്ങളും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ നിൽക്കുകയാണ്. ഈ KPCC അധ്യക്ഷൻ എന്ന നിലയിൽ അങ്ങേക്കും ഒരു വെല്ലുവിളിയാണ്. കാരണം ഏറ്റെടുക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു ദൗത്യം കൂടിയാണ്. അതെ, ഞാനിപ്പോൾ ഒറ്റയ്ക്കല്ല എന്നുള്ള നല്ല ബോധ്യത്തിലാണ്. കോൺഗ്രസിന്റെ സമ്പൂർണ്ണ നേതൃത്വം എന്നോടൊപ്പം ഉണ്ട്, പ്രവർത്തകരുണ്ട്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ, വാർഡ് കമ്മിറ്റികൾ 25,000-ഓളം. ഇവരുടെ എല്ലാം സാധാരണ പ്രവർത്തകരുടെ പിന്തുണ, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നല്ല സപ്പോർട്ട്, UDFന്റെ നല്ല യോജിപ്പ്, ഇതെല്ലാമാണ് ഞങ്ങളുടെ ഈ വിജയപ്രതീക്ഷ, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങൾ. അതിൽ ഞാൻ അവരോടൊപ്പം നിന്ന് മുന്നോട്ട് പോകും. ഈ വ്യത്യസ്തമായ രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് പോലെയൊന്നുമല്ല ഇപ്രാവണ ഈ ജില്ലകളൊക്കെ ചുമതല KPCC വൈസ് പ്രസിഡന്റുമാരെയൊക്കെയാണ് ഏൽപ്പിച്ചത്. അത് കൂടുതൽ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരെ കണ്ടെത്താൻ അനുഭവ സമ്പത്തുള്ള ജനപ്രതിനിധികളായിട്ടും പാർട്ടി ഭാരവാഹികളായിട്ടും പോഷക സംഘടന, ഇപ്പോൾ KSU പ്രസിഡന്റുമാരായിരുന്നവരുണ്ട്, KSUവിന്റെ ദേശീയ പ്രസിഡന്റുമാരായിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നവരുണ്ട്. ടീം KPCC എന്ന് പറയുന്നത് അത് കേവലം പ്രസിഡന്റിലോ വർക്കിംഗ് പ്രസിഡന്റുമാരിലോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റുമാരിലോ ജനറൽ സെക്രട്ടറിമാരിലോ മാത്രമല്ല, എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ KPCC മെമ്പർമാരും എല്ലാ കോൺഗ്രസ് കമ്മിറ്റികളും എല്ലാം ചേർന്ന, നേരത്തെ പറഞ്ഞ കോൺഗ്രസിന്റെ ബൂത്ത് മുതൽ അഖിലേന്ത്യാ കമ്മിറ്റി വരെയുള്ള എല്ലാവരുടെയും സംഘടിതമായ പരിശ്രമത്തിന്റെയും കൂട്ടായ്മയുടെയും ഫലമായിട്ട് ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റാർ ക്യാമ്പയിനേഴ്സിനടക്കം നമുക്ക് പ്രചാരണത്തിന് പ്രതീക്ഷിക്കാമോ? എല്ലാവരും, കേരളത്തിൽ നിന്നുള്ള എല്ലാ നേതാക്കന്മാരും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞു. അവരുടെ എല്ലാം സഹകരണം വളരെ നല്ല തോതിൽ ഉണ്ട്. അവരെല്ലാം നേതൃത്വ പാഠവങ്ങൾ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തും, കൂട്ടായ്മയിൽ മുന്നേറും. ഈ അവസാന ചോദ്യം, ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ ഉള്ള റിഹേഴ്സലായിരിക്കുമോ? തീർച്ചയായും ഇതൊരു മുന്നൊരുക്കത്തിന്റെ ഭാഗമാണ്. ഇത് റിഹേഴ്സല്, സെമി ഫൈനല്, എങ്ങനെ വിളിച്ചാലും അങ്ങനെ തന്നെ. നന്ദി സാർ. എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയ ശേഷമാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നുവെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മീഡിയ വണ്ണോട് വ്യക്തമാക്കിയത്. ക്യാമറ പേഴ്സൺ ബിജു മടവറിനൊപ്പം RB സനു, മീഡിയ വൺ.